അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതയാത്രയിലുടനീളം കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 282-ാം വചനത്തിൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാകുന്നു എന്ന കാര്യം നമ്മെ ഉണർത്തുന്നുണ്ട്. ദിവ്യ സന്ദേശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി അവതീർണമായ വചനങ്ങൾ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം. സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന കൽപ്പനയോടെ ആരംഭിച്ച റബ്ബിന്റെ വചനങ്ങൾ അറിവിന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. അറിവുള്ളവന്റെ ചിന്താമണ്ഡലം വികസിക്കുന്നു. ജനങ്ങൾക്കിടയിൽ അവന് ആദരവും സ്നേഹവും വർദ്ധിക്കുന്നു. പ്രവാചകന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഉന്നത ജ്ഞാന പ്രചാരണം അവൻ ഏറ്റെടുക്കുക വഴി ദിവ്യകാരുണ്യ വഴിയിൽ പ്രവേശിക്കുവാൻ അവന് സാധിക്കുന്നു. സംസ്കാരത്തിന്റെ ഉന്നത തലങ്ങളിൽ വാഴുവാൻ അവൻ പ്രാപ്തനാകുന്നു. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? ഒരിക്കലുമല്ല. വിവരമില്ലാത്തവർ ഇരുട്ടിൽ തപ്പി ജീവിതയാത്ര തുടരുമ്പോ ജ്ഞാനികൾ സംതൃപ്ത ഹൃത്തടങ്ങളാൽ ശോഭിച്ച് സുന്ദര ജീവിതം നയിക്കുന്നു. ഉയർച്ചയുടെ നിധാനം അറിവാണെന്ന സത്യം അവർ തിരിച്ചറിയുന്നു. ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയല്ലോ, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അല്ലാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അറിവും വിവരവുമുള്ളവർ നന്മയിൽ മുന്നേറിക്കൊണ്ടിരിക്കും. അവർ എപ്പോഴും പുരോഗതിയുടെ പടവുകൾ കയറുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല വിജ്ഞാനം പകർന്നു കൊടുക്കും. നല്ല വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്ത് അവർ പഠിച്ചെടുക്കും. അറിവിന്റെ വഴിയിൽ പ്രവേശിച്ച നമ്മുടെ മക്കൾക്ക് നാം പ്രോത്സാഹനം നൽകണം. വിദ്യാർത്ഥിനികൾ സൂക്ഷിപ്പ് മുതലാണ്, അമാനത്താണ്. കാലിടറുന്ന ചിതറിയ ചിന്തകളിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കേണ്ടത് അധ്യാപകരുടെ ഉത്തരവാദിത്വമാണ്. നല്ല ചിന്തകളും നന്മകളുടെ നാമ്പുകളും വിദ്യാർത്ഥികളിലേക്ക് പകരുന്നതിൽ അധ്യാപകർ താല്പര്യം കാണിക്കണം. നാളെയുടെ നല്ല പൗരന്മാരായി ഉയർന്നു വരാൻ അവരെ പ്രാപ്തരാക്കണം. അധ്യാപന രംഗത്ത് പുതിയ രീതികൾ ആവിഷ്കരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ആശയങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ അധ്യാപകർ പരിശ്രമിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു. ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നവരെയാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന പ്രവാചക വചനം ഏറ്റവും പെർഫെക്ഷനോടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് മക്കൾ പ്രവേശിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി. എന്റെ മക്കളെ നീ നന്നാക്കി തരണമേ എന്ന പ്രാർത്ഥന നാം കൈവടിയരുത്. അത് മക്കളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കും. മദ്രസകളിലും യൂണിവേഴ്സിറ്റികളിലും മികച്ച ഗുരുനാഥന്മാരെയാണ് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. വിജ്ഞാനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. അവയെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ വിദ്യാർത്ഥി സമൂഹം ജാഗ്രത കാണിക്കണം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവന് റബ്ബ് എളുപ്പമാക്കി കൊടുക്കും. മാത്രമല്ല, മലക്കുകൾ അവരുടെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കലാലയങ്ങളോട് കൂറുകാണിക്കണം. നമ്മൾ സ്ഥാപന മേധാവികളോട് സഹകരിക്കണം. നാം ഗുരുനാഥന്മാരെ ആദരിക്കണം. സ്ഥാപനത്തിന്റെ നിയമങ്ങൾ, നിബന്ധനകൾ നാം പാലിക്കണം. അനുസരണയും അച്ചടക്കവുമുള്ള നല്ല തലമുറയായി മാറാൻ നമുക്ക് സാധിക്കണം. കഴിവും യോഗ്യതയുമുള്ള പണ്ഡിതരും ശാസ്ത്രജ്ഞരും നമ്മിൽ നിന്ന് ഉയർന്നു വരണം. നാഥൻ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.